മാത്ത് എപ്പോഴും ബുക്കിലോ സ്ക്രീനിലോ മാത്രം ആവേണ്ടതില്ല. ചിലപ്പോൾ കിഡ്സിനും അഡൽസിനും ഒരുമിച്ച് ആലോചിക്കാനും കാൽക്കുലേറ്റ് ചെയ്യാനും ഫൺ ടൈം ആസ്വദിക്കാനും ഒരു സിമ്പിൾ കാർഡ് ഗെയിം മതി. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാനച്ചൽ മഫ് ഗെയിംസ്. ഇന്ന് നമ്മൾ സിപ്പി സ്റ്റോക്സിന്റെ മാത്തിട്ടാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള മാത്ത് ഫൺ ഗെയിം ആണ്. ഗോൾ എന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും രണ്ട് കാർഡ്സ് പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ഡിവൈഡ് എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ച് ടേബിളിലെ നമ്പറുമായിട്ട് മാച്ച് ചെയ്യുക. ഇങ്ങനെ മറ്റുള്ളവരെക്കാളും പെട്ടെന്ന് മാച്ച് കണ്ടുപിടിച്ച് കൂടുതൽ പോയിന്റ്സ് നേടുന്ന ഗെയിമാണിത്. ഇനി ഈ ഗെയിം ഇങ്ങനെ പെട്ടെന്ന് കളിക്കുന്നത് നോക്കാം. ലെറ്റ്സ് ഗോ. ഡെക്ക് ഷഫിൾ ചെയ്ത് ഓരോ പ്ലെയറിനും 4 കാർഡ്സ് വീതം കൊടുക്കണം. ഇത് പ്ലെയേഴ്സ് അവരുടെ കയ്യിൽ തുറന്നാണ് വെക്കേണ്ടത്. ബാക്കിയുള്ള കാർഡ്സ് ഡ്രോ പൈലായിട്ട് വെക്കുക. അതിൽ നിന്ന് 4 കാർഡ്സ് എടുത്ത് ടേബിളിന് സെന്ററിൽ ഫേസ് അപ്പ് ആയിട്ട് വെക്കുക. ഇവയാണ് മാച്ച് കാർഡ്സ്. പ്ലെയേഴ്സ് തങ്ങളുടെ ടേണിൽ ഒരു മാച്ച് ഉണ്ടാക്കണം. ടേബിളിലുള്ള 4 സെന്റർ കാർഡ്സ് നോക്കി തങ്ങളുടെ കയ്യിൽ നിന്ന് 2 കാർഡ്സ് തിരഞ്ഞെടുത്ത് പ്ലസ് മൈനസ് മൾട്ടിപ്ലൈ ഡിവൈഡ് എന്നിവയിൽ നിന്ന് ഏതെങ്കിലും ഉപയോഗിച്ച് സെന്ററിലുള്ള ഒരു കാർഡിന് തുല്യമായ നമ്പർ ഉണ്ടാക്കണം. പ്ലെയർ 1ന് 5ഉം 1ഉം ഉണ്ടെങ്കിൽ 5ഉം 1ഉം 6 ആണ്. അപ്പോൾ സെന്ററിൽ 6 ഉണ്ടെങ്കിൽ അതൊരു മാച്ചാണ്. ഇങ്ങനെ മാച്ച് കിട്ടിയാൽ പ്ലെയർ കയ്യിൽ നിന്ന് ഉപയോഗിച്ച് 2 കാർഡ്സും മാച്ചായ സെന്ററിലെ കാർഡും എടുത്ത് സ്കോറിംഗിനായിട്ട് മാറ്റിവെക്കണം. വിൻ ചെയ്ത കാർഡ്സ് സ്കോർ പൈലിൽ വെച്ചതിന് ശേഷം കയ്യിൽ പോയ കാർഡ്സിന് പകരം ഡ്രോ പൈലിൽ നിന്ന് പ്ലെയർ 2 പുതിയ കാർഡ്സ് എടുത്ത് റീഫിൽ ചെയ്യണം. കൂടാതെ ഒരു കാർഡ് സെന്ററിലും വെക്കണം. ടേൺ അവസാനിക്കുകയും അടുത്ത പ്ലെയറിന് ടേൺ പോവുകയും ചെയ്യും. ഒരു വൈൽഡ് കാർഡിന് 10 പോയിന്റ്സ് ആണ് വാല്യൂ. ഇത് 1 മുതൽ 10 വരെയുള്ള ഏത് നമ്പർ ആയിട്ടും കണക്കാക്കാം. പ്ലെയറിന് 10ഉം ഒരു വൈൽഡ് കാർഡ് ഉണ്ടെങ്കിൽ സെൻട്രലിൽ 5 ഉണ്ടായാൽ വൈൽഡ് കാർഡിനെ 2 ആയിട്ട് ഉപയോഗിച്ച് 10/2 5 എന്ന മാച്ച് ഉണ്ടാക്കാം. പ്ലെയറിന് മാച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ കയ്യിൽ നിന്ന് ഏതെങ്കിലും 2 കാർഡ്സ് എടുത്ത് ഡ്രോ പൈലിന്റെ അടിയിൽ വെക്കണം. ശേഷം 2 പുതിയ കാർഡ്സ് ഡ്രോ പൈലിൽ നിന്ന് എടുത്തിട്ട് വീണ്ടും മാച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ഇങ്ങനെ പ്ലെയേഴ്സ് അവരുടെ ടേണിൽ കയ്യിലുള്ള 2 കാർഡ്സ് ഉപയോഗിച്ച് സെന്ററിലുള്ള ഒരു കാർഡുമായിട്ട് മാച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. ഹയർ സ്കോർ നേടുന്ന പ്ലെയർ ആയിരിക്കും വിന്നർ. അതിനാൽ ഹയർ വാല്യൂ കോമ്പിനേഷൻസ് നോക്കുന്നതായിരിക്കണം സ്ട്രാറ്റജി. അഡൽട്സ് കളിക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ ടേൺസ് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് മാച്ച് ഏറ്റവും വേഗത്തിൽ കണ്ടെത്തുന്ന പ്ലെയറിന് കാർഡ് എടുക്കാനുള്ള റൂൾ കൊണ്ടുവരാം. കളി അവസാനിക്കുന്നത് ഡ്രോ പൈൽ തീരുമ്പോഴോ അല്ലെങ്കിൽ സെന്റർ കാർഡ്സിൽ നിന്ന് വാലിഡ് ആയിട്ടുള്ള മാച്ചസ് ഒന്നും കിട്ടാതെ ആവുമ്പോഴാണ്. പ്ലെയേഴ്സിന് മുമ്പിൽ ബാക്കി വരുന്ന ഓപ്പൺ ആയിട്ടുള്ള കാർഡ്സ് എല്ലാം ഡിസ്കാർഡ് ചെയ്യണം. എന്നിട്ട് പ്ലെയേഴ്സ് അവരുടെ സ്കോർ പൈലുള്ള കാർഡ്സിന് നമ്പേഴ്സ് ആഡ് ചെയ്യണം. നമ്പർ കാർഡ്സിന്റെ വാല്യൂ ആഡ് ചെയ്യുക. വൈൽഡ് കാർഡ്സിനാണെങ്കിൽ 10 പോയിന്റ്സും. ഇങ്ങനെ ഹയർ സ്കോർ നേടിയ പ്ലെയർ ആയിരിക്കും വിന്നർ. ഇങ്ങനെയാണ് മാത്തിട്ട് എന്ന ഫൺ ഗെയിം കളിക്കുന്നത്. റൈറ്റ് കോമ്പിനേഷൻ എത്രയും വേഗം കണ്ടുപിടിച്ച് കൂടുതൽ പോയിന്റ്സ് നേടുന്ന ഗെയിം. ഈ സിമ്പിൾ ആയിട്ടുള്ള ഗെയിം ചെറിയ ബോക്സിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. കിഡ്സ്, ഫാമിലീസ്, ഗെയിം നൈറ്റ്സിനെല്ലാം പെർഫെക്റ്റ് ആണ്. അപ്പൊ കാർഡ്സ് ഷഫിൾ ചെയ്ത് കാൽക്കുലേറ്റർ ഒന്ന് സൈഡിലേക്ക് വെച്ച് നിങ്ങളുടെ ഇടയിൽ മാത്തിക് മാസ്റ്റർ ആരാന്ന് കണ്ടുപിടിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഹാപ്പി ഗെയിമിംഗ് ഫോക്സ്. ഗുഡ് ബൈ.